അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ കൊച്ചുകൃഷ്ണൻ ചാന്നാരുടെയും അമ്മക്കുഞ്ഞിന്റെയും മകനായി 1932 ജൂൺ 6 ജനനം. CMS സ്കൂളിലും കായംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഗോപിനാഥൻ കൊല്ലം SN കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം നിയമ പഠനത്തിനായി തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ എത്തി. ലോ കോളേജിൽ നിന്ന് നിയമബിരുദം കരസ്ഥമാക്കിയ ശേഷം എറണാകുളം ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. കൊല്ലം ജില്ലാ കോടതിയിലും കായംകുളം മുൻസിഫ് കോടതിയിലുമായി ഔദ്യോഗിക ജീവിതം. തുടർച്ചയായി 21 വർഷം ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ്, SNDP യോഗം ജനറൽ സെക്രട്ടറി, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ, DCC എക്സിക്യൂട്ടീവ് അംഗം, KPCC എക്സിക്യൂട്ടീവ് അംഗം, AICC അംഗം, INTUCയുടെ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അഡ്വക്കേറ്റ് ഗോപിനാഥൻ വഹിച്ച പദവികളുടെ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുന്നു. പുതുപ്പള്ളി വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റായ അദ്ദേഹം കഴിഞ്ഞ 53 വർഷങ്ങളായി അതേ സ്ഥാനത്ത് തുടരുന്നത് കറകളഞ്ഞ രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രവർത്തനത്തിനുള്ള തെളിവും അംഗീകാരവുമാണ്. നിലവിൽ ശ്രീനാരായണ ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സെക്രട്ടറി എന്നീ പദവികളും വഹിക്കുന്ന അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഈ പ്രായത്തിലും കർമ്മനിരതനാണ്. ഭാര്യ ലീലാഭായ്, പൈലറ്റായ അശ്വിനി കുമാറും ഗൾഫിൽ ബിസിനസ്സുകാരനായ അനിൽകുമാറും അഭിഭാഷകനായ അശോക് കുമാറുമാണ് മക്കൾ. SNDP യോഗത്തെക്കുറിച്ച്, വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തിയതിനെക്കുറിച്ച്, ലീഡർ കെ കരുണാകരനെക്കുറിച്ച്, NSS മുൻ ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെക്കുറിച്ച് അഡ്വക്കേറ്റ് ഗോപിനാഥൻ മനസ്സ് തുറക്കുന്നു DNA ന്യൂസിലൂടെ. നമസ്കാരം. 1982 മുതൽ 85 വരെയും 92 മുതൽ 96 വരെയും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ശ്രീ ഗോപിനാഥനാണ് നമ്മളോടൊപ്പമുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം DNA ന്യൂസിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. 96 വരെ അങ്ങായിരുന്നു ജനറൽ സെക്രട്ടറി. അതിനുശേഷം കഴിഞ്ഞ 29 വർഷങ്ങളായി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ആ സ്ഥാനത്ത് തുടരുന്നത്. അങ്ങയുടെ മുമ്പുള്ള ഒരു കാലഘട്ടവും ഇപ്പോൾ SNDPയുടെ ഒരു യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും ഒക്കെ ഒരു സാഹചര്യവും അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? 1996 മുമ്പുണ്ടായിരുന്നത് എൻ്റെ പീരീഡാണ്. അതിനുശേഷം ആണ് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഈ മണ്ണി വെച്ചാണ് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കുന്നതിന് ഞാൻ സമ്മതിച്ചത്. ഈ മണ്ണിൽ ഇവിടെ വെച്ച്. അത് ശരി. വെച്ചാൽ അന്ന് വീട് ഇതാണെങ്കിൽ ഈ ഇങ്ങോട്ടുള്ള ഈ നീട്ട് പിന്നീടുണ്ടാക്കുക. ഞാൻ ഒരിടത്ത് പോയിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ പറഞ്ഞേച്ച് പോയതാണ്. കാരണം അപ്പോൾ ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പണിക്കാരോട് പറഞ്ഞേച്ച് പോയി, ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഈ കതവ് തുറന്നു കൊടുക്കണം, ഇവിടെ ഇരുന്നോട്ട് എന്ന് പറയും. സാറിനെ മുൻകൂട്ടി അറിയിച്ചിട്ട് തന്നെയാണ് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരവൻ ഈ ചേപ്പാട്ട് കണ്ട് താമസമുണ്ട്. അയാൾ രാത്രി വന്ന് എന്നോട് പറഞ്ഞിങ്ങനെ, അമ്മാവൻ വക്കീലുമായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നു. എപ്പോഴാണ് സൗകര്യം? ഞാൻ അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഒരു കാര്യത്തിലും അവൾ ഇടപെട്ടിട്ടുമില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 9 മണിക്ക് കൃഷ്ണപുരത്തൊരു കല്യാണമുണ്ട്. കൃഷ്ണപുരത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു രവിയുടെ കല്യാണമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് 9 മണിയാകുമ്പോഴേ ഞാൻ തിരിച്ചു വരുള്ളൂ. അപ്പോൾ 9 മണി കഴിഞ്ഞ് വന്നാൽ കാണാം. 9 മണി കഴിഞ്ഞ് വന്നാൽ 1 മണിക്കൂറേ ഞാനിവിടെ കാണുള്ളൂ. പിന്നെ ഞാൻ കൊല്ലത്തോട്ട് പോകും. ഏതായാലും ഞാൻ അറിഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് 9 മണിക്കൂടെ വരുമ്പോൾ ഇയാൾ ഇവിടെ കിടപ്പുണ്ട്. അവർ കതവ് തുറന്നു കൊടുത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ട് ചോദിച്ച് ആകട്ടെ എന്താ മുതലാളി എന്നാണ് നേരം അങ്ങനെ വിളിക്കുന്നത്. മുതലാളി എന്താ രാവിലെ ഇറങ്ങിയതെന്ന് ചോദിച്ചു. അത് ഞാൻ വക്കീലിനെ ഒന്ന് കാണാനാവുന്നു. അത് മനസ്സിലായില്ലല്ലേ, ഇവിടെ വരേണ്ട കാര്യമില്ല. ഏതായാലും കാര്യം പറ, എനിക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടിയൊന്നും പറയുന്നത് ശീലക്കാരനല്ല ഞാൻ. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചേർന്നും പറയും. എന്താ വന്നത് കേട്ടോ? അത് SN ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് അതുവരെ ഉണ്ടായിരുന്നത് രാഘവൻ വക്കീലായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനാണെന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക്
ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്ന് ആ ചുമതല കൂടി ഞാനന്ന് വഹിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ ഒക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, അപ്പോൾ സെക്രട്ടറി വേണമല്ലോ, അതിന് ഉള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, വരട്ടെ, പിന്നീട് നമുക്ക് തീരുമാനിക്കേണ്ടത് എന്നാണ്. അല്ലാതെ നേരത്തെ തീരുമാനിച്ചെങ്കിൽ ശരിയാവും, വലിയ മത്സരം ഉണ്ടാകും. നമ്മൾ ഇത് ട്രസ്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയുന്നത് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിരുന്നല്ല, തുടക്കം വരെ മത്സരമുള്ള. ആർശങ്കറാണ് ഈ ട്രസ്റ്റിൻ്റെ ഉപജ്ഞാതാവ്, സ്ഥാപകൻ. അദ്ദേഹം പോലും എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചാണ് സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. അത് നിബന്ധമായിട്ടുള്ള അത് അങ്ങനെ ആ കാലമല്ല ഇപ്പോൾ വലിയ മത്സരം വരും. അതാണ് ഏതായാലും എനിക്ക് വക്കീലിൻ്റെ സഹായം വേണം, ഞാനൊന്ന് സെക്രട്ടറി ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇയാളിങ്ങനെ പറയുമെന്ന്. അതുകൊണ്ട് ഇങ്ങനൊരു ആവശ്യമായിട്ടാണ് പുള്ളി വരുന്നതെന്ന് എനിക്ക് ധാരണയില്ല. അത് വരത്തില്ലെന്നാണ് എൻ്റെ, വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല, അന്ന് ഞാൻ ചോദിക്കാം, അന്ന് യോഗവുമായിട്ടും ട്രസ്റ്റുമായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പരിചയം അദ്ദേഹത്തിന് ഇല്ലായിരുന്നല്ലോ അല്ലേ? അല്ല, ഉണ്ടായിരുന്നു. കുറച്ച് കാലത്ത് ഈ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് രാഹുൽ മുഖ്യയിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അത് ശരി. അന്ന് വലിയ ആക്റ്റീവായിട്ടൊന്നുമില്ല. അതിനകത്ത് വല്ല മെമ്പർ ഈ ചെറിയ ചെറിയ നിയമനങ്ങളൊക്കെ വരുമല്ലോ, കോളേജിലെയും സ്കൂളുകളിലെയൊക്കെ നിയമനങ്ങൾ വരുമ്പോൾ അതിന് പങ്കുപറ്റാനും ചെല്ലുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ മേഖല അന്ന് ചേർത്തല അല്ല, കോൺട്രാക്ടിങ് ആയിരുന്നല്ലേ? റെയിൽവേ കോൺട്രാക്ട് കച്ചവട മേഖലയായിരുന്നു. അത് കച്ചവട മേഖലയാണ്. അപ്പോൾ അതങ്ങനെ എന്നാൽ ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞു, ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അത്. അല്ല, അതെനിക്കറിയാൻ വെക്കില്ല, അത് വലിയ കാര്യം തന്നെയാണ്. എന്നെ ഒന്ന് ആ ചുമതല ഏൽപ്പിച്ചാൽ ഞാനത് ഭംഗിയായിട്ട് നിർവഹിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എന്നെ സഹായിക്കണം. ഞാൻ മാത്രം വിചാരിച്ച കാര്യം നടക്കില്ല. ഇത് കേരളം ഒട്ടാകെ പരന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെയൊക്കെ ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ടാവും. വോട്ടവകാശം ഉള്ള ആളുകളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ആ ആളുകളെല്ലാം കൂടി വിചാരിച്ചെങ്കിലല്ലേ ഒരാളിന് സെക്രട്ടറി ആക്കാനൊക്കെ ഉള്ളൂ. അത് വക്കീൽ വിചാരിച്ചാൽ മതി, നടക്കും. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ ഒരു വിശ്വാസക്കാരനല്ല. കാരണം ഇത്രയും വലിയ പരന്നു കിടക്കുന്ന ഒരു സംഘടനയിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാളിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതിന്, ഒരു ഏകാധിപതി എന്നുള്ള നിലയിൽ ഒരാളിനെ പ്രപ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. രാഹുൽ മുഖ്യനും ഇല്ലായിരുന്നല്ലോ, ആർ ശങ്കറിനും ഇല്ലായിരുന്നു. പിന്നെന്താ, ഞാനതൊക്കെ അവർ രണ്ടുപേരെയും കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരിൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പം ശരിയാവില്ല, ഞാൻ ചെയ്യത്തില്ല. അല്ല, അത് എന്നെ ഒന്ന് സഹായിക്കണം, സഹായിച്ചേ പറ്റുള്ളൂ. എങ്ങനെ സഹായിച്ചേ പറ്റുള്ളൂ. സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം. ഏതായാലും എനിക്ക് കൊല്ലത്തേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇയാൾ ഇവിടുന്ന് പിരിയത്തുമില്ല, നിലയിലിരിക്കുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യം, വക്കീൽ എന്നെ സഹായിക്കണം, ഞാൻ സെക്രട്ടറി ആകുന്നതിന് എന്നെ സഹായിക്കണം. ഞാൻ പറഞ്ഞു, ഒരാളിനെ സഹായിക്കുന്ന കാര്യത്തിൽ എനിക്ക് വിമുഖതയൊന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഏകാധിപത്യപരമായ ഒരു തീരുമാനമാണ്. അത് ഞാൻ ചെയ്യത്തില്ല. അങ്ങനെയാണ് പറ്റില്ല, എന്നെ സഹായിച്ചേ പറ്റും. എനിക്ക് പോകേണ്ടത് ഒരു ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എനിക്ക് കൊല്ലത്തേക്ക് പോകേണ്ട വളരെ ആഫീസ് അത്യാവശ്യ കാര്യങ്ങളാണ്. ഇയാളിവിടെ വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി, അല്ലെങ്കിൽ അതുവഴിയും കൊല്ലത്തേക്ക് പോകാനായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. അത് ആലോചിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. വക്കീൽ അതിനോട് എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പം പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പം പോകും, എല്ലാവരുമായിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഈ തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ ഒരു സഭയുണ്ട്. ആ സഭയുടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്രട്ടറിയും പ്രസിഡൻറ്റിൻ്റെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് പറയുന്നത് ശരിയാണ്, അന്ന് സെക്രട്ടറി പറയുന്ന ആളുകളൊക്കെ വരും. ഇത്ര വലിയ പിന്നെ പ്രസ്ഥാനമാണെങ്കിൽ പോലും SNDP യോഗത്തിൻ്റെ നമ്മുടെ സെക്രട്ടറിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ അതനുസരിച്ച് ബാക്കി എല്ലാവരും
നീങ്ങിക്കോളും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ശരി. അന്നത്തെ അവസ്ഥ. ഈ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ ഇയാൾ വന്നെൻ്റെ പുറകെ ഇതുപോലത്തെ കസേര ഞാൻ ഇരിക്കുകയാണ്, ഇതിൻ്റെ പുറകെ വന്ന് ഇങ്ങനെ നിൽക്കും, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്കറിയാം ഇയാൾ ഇങ്ങനായി വന്ന് നിൽക്കുന്നതെന്ന് അറിയാമോ. അവരെല്ലാം എൻ്റെ മുഖത്തോട്ട് നോക്കും. എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ എനിക്ക് അവരോട് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. വക്കീൽ എന്തോ പറയുന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കില്ല. ഒടുവിൽ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാൻ പിരിയുന്നത് വരെയും ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല. കാരണം ഞാൻ ആരുടെയും പേരും അവിടെ നിർദ്ദേശിച്ചിട്ടില്ല. ഡോക്ടർ രാഹുലിനായിരുന്നു പ്രസിഡന്റ്, അദ്ദേഹവും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനെ കുറച്ചെല്ലാം ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ പുറകെ ഒന്നും മാറത്തില്ല. അതങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഇടത്തുവശത്ത് KP ഗോപി എന്ന് പറഞ്ഞ് SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി, ഇടുക്കിക്കാരൻ. അപ്പോൾ ഗോപി എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഗോപി ഞാനൊരു വിഷമത്തിലാണല്ലോ. എനിക്ക് മനസ്സിലായി ഇയാൾ എന്തിനാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഗോപി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താ പറയണേ, സെക്രട്ടറി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. സെക്രട്ടറിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ, അതനുസരിച്ച് വേണമല്ലോ ബാക്കി തീരുമാനം എടുക്കേണ്ടതെന്ന് ഗോപിയോട് പറഞ്ഞു. അപ്പോൾ ഇത് പറയും, പിന്നെ എനിക്ക് ഒഴിയാനൊക്കത്തില്ലല്ലോ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ മിസ്റ്റർ നടേശൻ ഇങ്ങനെ പറഞ്ഞു, മിസ്റ്റർ നടേശൻ എൻ്റെ വീട്ടിൽ വന്നു, നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് സെക്രട്ടറി ആക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ പരിപൂർണമായി സമ്മതിച്ചില്ലെങ്കിലും ആവട്ടിപ്പോൾ പോവും എന്നൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് പുറന്നോട്ട് പോകാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല. ആ ഒരു ശീലക്കാരനല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചു? അല്ല, സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ അകത്ത് അങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് പുള്ളി സെക്രട്ടറി ആവുന്നത്. ആ സെക്രട്ടറി ആയതിന് ശേഷം അപ്പോൾ രാജ്യമൊട്ടുക്ക് ഉള്ള കോളേജും പിന്നെ ഇതിൻ്റെ ഈ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം നടന്ന് പുള്ളി അങ്ങനെ ഒരുപാട് വലിയ മുതലാളിയും പിന്നെ കള്ള് ഷാപ്പ് ആണെങ്കിൽ രാജ്യമൊട്ടുക്കുള്ള സകല കള്ള് ഷാപ്പിൻ്റെയും ഉടമസ്ഥൻ, അവിടെയുള്ള തൊഴിലാളികളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂലിക്കാരും ഇവരെ കൊണ്ടൊക്കെ അവിടെയൊക്കെ ഇയാൾക്ക് സ്വീകരണങ്ങൾ ഏർപ്പാട് ചെയ്തു. രാജ്യമൊട്ടുക്കെ സ്വീകരണങ്ങൾ നടത്തി. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഇത് കൊല്ലത്ത് വരുമ്പോൾ എൻ്റെ ആഫീസിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് പിന്നെ അവിടെ വലിയൊരു മൈതാനമുണ്ടല്ലോ, അവിടെ വെച്ചൊരു സ്വീകരണമുണ്ട്. അതിനുപോലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ അത് ആരും പ്രതീക്ഷിക്കത്തില്ല എനിക്ക് മത്സരം ഉണ്ടാകുമെന്ന്. മനസ്സിലുണ്ടാകും. സെക്രട്ടറി തെരഞ്ഞെടുപ്പിൻ്റെ തീരുമാനം എടുത്ത് അത് പത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരായിരിക്കണം സെക്രട്ടറി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കാൻ കൊല്ലത്തുള്ള കുറേ പ്രമാണിമാരുണ്ട്. SNDP യോഗത്തിൻ്റെ വലിയ ആൾ സുന്ദരേശൻ മുതലാളി മുതലായ ആളുകൾ, ഇവരെല്ലാവരും കൂടെ അവിടെ കൂടുന്നു. അവർ കൂടുന്നതായിട്ട് അറിഞ്ഞുകൊണ്ട് ശാശ്വതികാനന്ദ സ്വാമിയെ വിട്ടുപിടിച്ചു. ശാശ്വതികാനന്ദ സ്വാമി എന്ന ഒരു ഇല്ലാത്ത ഘട്ടത്തിൽ നിൽക്കുന്ന ആളാണ്, എനിക്കെതിരായിട്ട് നിൽക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഇതിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഇയാൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. സെക്രട്ടറി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഇവരവിടെ കൂടുന്നത്. കൊല്ലത്ത് കാർത്തികയിൽ കൂടുന്നു. കാർത്തികയിൽ കൂടിയിട്ട് ഇവരവരറിയുന്നല്ലോ നടേശൻ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ. അപ്പോൾ അതിനകത്ത് അന്ന് ഒരു പ്രത്യേകതയുള്ളത്, ഈ SNDP ഇത്രയും വലിയൊരു സംഘടനയാണെങ്കിലും അതിനേക്കാളൊക്കെ കാര്യം നടത്തിപ്പിന് സഹായിക്കാൻ കഴിയുന്ന കോളേജുകളും സ്കൂളുകളും ഒക്കെയാണ്. അതെല്ലാം ട്രസ്റ്റിൻ്റെ കീഴിലാണ്. ട്രസ്റ്റിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഇയാളാണ്. അയാൾ പറയുന്ന പോലെയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ കൂടി തീരുമാനിച്ച് നടേശൻ ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതായിട്ട് അറിയുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ശരിയല്ല. ഗോപിനാഥൻ വക്കീൽ
കുറേ കാലമായിട്ട് SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഇതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിക്കാനുള്ള അവസരം കൂടെ കൊടുക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് മിസ്റ്റർ നടേശൻ മത്സര രംഗത്ത് നിന്ന് മാറണം എന്നവർ പറഞ്ഞു. അതുപോലെ എഴുതി ഇയാളുടെ കെട്ടിട്ട് അതൊന്നും നോക്കിയില്ല. പക്ഷേ മത്സരമായി. ആ മത്സരത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഒന്ന് വോട്ടെന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഈ കോളേജുകൾ, സ്കൂളുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെയാണ് വോട്ട്. അതോടൊപ്പം തന്നെ ഈ SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ എല്ലാവർക്കും ഓരോ ആവശ്യക്കാരാണ്. അവന് അഡ്മിഷൻ, അതുപോലെ തന്നെ നിയമനങ്ങൾ, ട്രാൻസ്ഫറുകൾ, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിനകത്ത് അങ്ങനെ മത്സരിക്കാൻ ഒക്കത്തില്ല. ഈ സാഹചര്യത്തിലാണ് മത്സരമുണ്ടായി. തന്നെയല്ല, അന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന നയനാരാണ്. നയനാർ എനിക്കെതിരായിരുന്നു. ഇലക്ഷന് സകല പോലീസ് സന്നാഹവും എനിക്കെതിരായിട്ട് ചേർത്തലയിൽ ഒതുക്കി കൊടുത്തു നയനാർ. അപ്പോൾ എനിക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അവിടെ ഈ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ അവർക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ പോലും ഉള്ള അവസരം ഉണ്ടായില്ല പോലീസ് സാഹചര്യം. അങ്ങനെ സർക്കാരിൻ്റെ കൂടെ സഹായവും SNDP ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ പിന്തുണയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ തോറ്റു പിന്മാറി. ഇതാണ് ചരിത്രം സാധ്യത. അപ്പോൾ ഇതിനിടയ്ക്ക് ചോദിച്ചെന്നാൽ ഒരാൾ മാറുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷേ SNDP യോഗത്തിനകത്ത് അതിൻ്റെ വളർച്ചയാണല്ലോ ആവശ്യം. തീർച്ചയായിട്ടും അതിൻ്റെ വളർച്ചയെ നടേശൻ്റെ വരവ് എന്തുമാത്രം സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കിടന്ന് നടക്കുന്നത്. ഞാനിതേക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇന്നേ വരെ. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വരെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇയാളിപ്പോൾ ഈ സ്ഥാനത്തില്ലാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ധരിക്കാനിടയുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു. പക്ഷേ മെനഞ്ഞാന്ന് ശശി വന്ന് നിങ്ങളിങ്ങനെ ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചോദ്യം വന്നു. എൻ്റെ മനസ്സിലൊരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസമാണോ അതിൻ്റെ മുമ്പത്തെ ദിവസമാണോ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ ഇയാളുടെ ഒരു പ്രസംഗം വിട്ടു. ആ പ്രസംഗം അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: SNDP യോഗത്തെ തകർക്കുന്നതിന് വേണ്ടി നിഗൂഢമായ ശ്രമങ്ങൾ രാജ്യമൊട്ടുക്ക് നടത്തുന്നു എന്ന ഹെഡിങ്ങാണ് അവർ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു സംരംഭം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടതല്ലേ? അതിനെ പ്രതിരോധിക്കുന്നതിന് ആ അഭിപ്രായം പറയുന്ന ആൾ എന്തെല്ലാം ശക്തി അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു പ്രധാന ഘടകമല്ലേ? ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് കാര്യം. അതുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന SNDP യോഗത്തിനകത്തും ശ്രീനാരായണ ട്രസ്റ്റിനകത്തും അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ആളുകളെ അതിനെ പ്രതിരോധിക്കാൻ സജ്ജമാക്കി എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ട് വേണം ഇതൊക്കെ ഇങ്ങനെ പറയാൻ. അത് പറയാതെ അതങ്ങനെ പറയുന്നു, വേറെടുത്ത് ജാതിയും അതും ഒക്കെ അതിനും കണക്കും കഴിവൊന്നും ഇല്ല. എന്തിനു വേണ്ടിയാണ് SNDP യോഗത്തിൻ്റെ പേര് ഞാൻ ഇതൊക്കെ ഈ തെറ്റായോ ശരിയായോ ഉള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ടുള്ള കണക്കെന്താണ്, എന്തെല്ലാം മേഖലകളിലാണ് കുഴപ്പം, എന്തെല്ലാം മേഖലകളിലാണ് SNDP യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ പറയേണ്ടത് ജനബാധ്യതേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയില്ല. അതില്ലാതെ പുസ്തകം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല, അതെ, തീർച്ചയായിട്ടും അതത്രയും ഒന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഇന്ന് കരുനാഗപ്പള്ളി ഒരു പത്രക്കാരൻ ഞാൻ വിളിച്ചു. അപ്പോൾ ഇന്നലെ ഒരാൾ ഇവിടെ വന്നിരുന്നു. ഇന്നലെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു, അയാളോട് ഇങ്ങനെ പറഞ്ഞു, ഇയാളൊക്കെ SNDP കാരല്ലേ, എന്താണിങ്ങനെ സെക്രട്ടറി ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, എന്താ കുഴപ്പം? SNDP യോഗത്തിന് എന്താ തകർക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് മറ്റുള്ള ബാഹ്യശക്തികൾ
ബാഹ്യശക്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ആരെയാണ്? രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്ന അയക്കാൻ അറിയാൻ പാടില്ല. അയാൾ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് അയാൾ പ്രസംഗിച്ച മുഴുവൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നത്, മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു, ഈഴവർക്കൊന്നും കൊടുക്കുന്നില്ല, ഇതല്ലേ പറഞ്ഞുകൊണ്ടാണ്. അതായിരിക്കണമെന്നാണ് എൻ്റെ ധാരണ. അവരാൾ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ മുൻകാലങ്ങളിൽ അയാൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ ഈ മുസ്ലിങ്ങളെയും രണ്ടാമത് അല്പനായന്മാരെയും ക്രിസ്ത്യാനികളെയും ഈ സമുദായങ്ങളെ മുഴുവൻ SNDP യോഗത്തിന് എതിരാക്കി ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നം. ശ്രീനാരായണ ഗുരു എന്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഊട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടേശൻ നടത്തുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാണിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 29 വർഷത്തോളമായി ഒരേ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നു. അതൊരു നല്ല പ്രവണതയാണോ? ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയാവട്ടെ എന്തോ ആയിക്കോട്ടെ, ഒരു സംഘടനയെ ഇത്രയധികം 29 വർഷമൊക്കെ ഒരു വ്യക്തി തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? അല്ല, അതിന് വലിയ അപകടമൊന്നും ഉള്ളതല്ല. കാരണം ഞാൻ പറയും, ഞാനൊരു അനുഭവസ്ഥനാണ്. ഇവിടൊരു ബാങ്കുണ്ട്, അതിൻ്റെ അപ്പുറത്ത് 53 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. പുതുപ്പള്ളി ഞാൻ കണ്ടു. കേട്ടോ, ഒരിക്കലും തിരഞ്ഞെടുപ്പ് നടക്കാതിരുന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സകല സംഘാഹങ്ങൾ ഒരുക്കും, പക്ഷേ ഒരു ആളും പോലും മത്സരിക്കാൻ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 2 വർഷത്തിന് ഇനി 3 വർഷം കൂടെ ഉണ്ട് ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം. പക്ഷേ അവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം ഞാൻ പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞത്, ഒരാൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ പ്രവണത ശരിയാണോ എന്നുള്ള ചോദ്യത്തിനാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഞാൻ ആ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ നിലനിൽപ്പെന്ന് പറയുന്നത് എന്നെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ടല്ലോ. തീർച്ചയായിട്ടും അത് അത്തരമൊരു കാര്യം നടന്നുകൊണ്ടാണ് ഇവിടെ എതിരാളികൾ പോലും ഇല്ലാത്തത്. പക്ഷേ അവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. കാരണം അങ്ങ് ഭരണം കൈമാറുമ്പോൾ, അതായത് 1996 ശേഷം 29 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഈ SN ട്രസ്റ്റിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റലുകൾക്കും സ്കൂളുകൾക്കും ഒക്കെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അത് പറഞ്ഞുതരാം. അതാണല്ലോ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്. ഒരാളിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ നിലനിൽപ്പ്. ഈ ബാങ്കിൽ അത് പറയാനാണ് ഞാൻ വന്നത്. ഈ ബാങ്കിൽ ഞാൻ 53 വർഷമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റായി തുടർച്ചയായിട്ട് ഇരുന്നിട്ടും എനിക്ക് മത്സരം ഉണ്ടാകുന്നില്ല, എന്നെ മത്സരിക്കാൻ ആരും വന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് ആ പ്രസ്ഥാനം വളർന്നതും പ്രസ്ഥാനത്തിന് ഇപ്പോൾ നിലനിൽക്കുന്നതും ഒക്കെ എൻ്റെ പ്രവർത്തനത്തെ എന്നെ ആശ്രയിച്ചെന്നല്ല, എൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വളരണം. SNDP യോഗത്തിന് നടേശൻ വന്നതിന് ശേഷം എന്ത് വളർച്ച ഉണ്ടായി? അതായത് 1996-ലാണല്ലോ ഞാൻ കേട്ട് പോരുന്നത്. ആ വർഷം ഏറ്റവും ഒടുവിലത്തെ എൻ്റെ ആ പീരീഡിൽ ആ വർഷം SNDP യോഗത്തിന് ഞാൻ ഉണ്ടാക്കിയതുപോലെയുള്ള നേട്ടങ്ങൾ അതിന് മുമ്പ് വല്ലതും ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇരുന്നതിന് ശേഷവും പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. 1995-ലാണെന്ന് തോന്നുന്നു. അതെ, അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. ഞാനും കരുണാകരനുമായിട്ട് വലിയ അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു. രാഷ്ട്രീയമായ ബന്ധമല്ല, വേറെ രാഷ്ട്രീയമായ ബന്ധമാണ്. അന്ന് നാരായണ പണിക്കർ NSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, പി.കെ. നാരായണ. ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകളുമായിരുന്നു. രണ്ട് വ്യത്യസ്തമായ പരസ്പരം ആശ്രയിക്കാത്ത രണ്ട് സംഘടനകളാണെങ്കിൽ പോലും അതിൻ്റെ സെക്രട്ടറിമാരെന്നുള്ള നിലയിൽ ഞാനും നാരായണ പണിക്കരുമായിട്ട് വളരെ അടുത്ത ബന്ധവും പരസ്പരം ഉള്ള അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് അത് മയപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ആളുകളുമായിരുന്നു. ആ നിലയിലാണ് കരുണാകരനുമായിട്ട് കൂടുതൽ എൻ്റെ രാഷ്ട്രീയവും എല്ലാം കൂടെ വന്നു കരുണാകരനുമായിട്ട് അടുപ്പമുണ്ട്. ഈ SNDP യോഗത്തിന് സ്വന്തമായിട്ട് ആഫീസില്ല, ഇപ്പോഴും ഇല്ല. ഇല്ല, ഈ കൊല്ലം ടൗണിൽ തന്നെ ഏകദേശം 50 സെൻറ്റോളം. അത് ഞാൻ കരുണാകരൻ തന്നത്. അതിൻ്റെ ചരിത്രം ഒന്ന് പറയാം. അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ 25 സെൻറ്റ് 50 സെൻറ്റ് സ്ഥലം, അതായത് നമ്മുടെ
കപ്പലണ്ടി മുക്കെന്ന് പറഞ്ഞ കൊല്ലത്തൊരു അതെ, കോളേജിൻ്റെ തെക്ക് വശത്ത്, SM കോളേജിൻ്റെ തെക്ക് വശത്ത് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്, കപ്പലണ്ടി മുക്കുന്ന അതെ അതെ, കപ്പലിൻ്റെ മുക്ക്. അവിടെ ഒരു 50 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ നോട്ടം ഇട്ട് അതിന് പലരും നോട്ടം ഇട്ടു. അവസാനം കേരള ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഓഫീസുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ പിന്നെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടത്ര സൗകര്യമില്ല എന്ന് ആരോഗ്യമൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ എന്തൊരു ടവർ, റവന്യൂ ടവർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ വന്നു. അതിനുവേണ്ടി ആ സ്ഥലം മാറ്റി വെച്ചു. പക്ഷേ റവന്യൂ ടവർ അവിടെ ഉണ്ടായില്ല. ആ അവസരത്തിലാണ് ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും നമുക്ക് സ്ഥലമില്ല എന്നുള്ള അവസ്ഥയും വാടക കെട്ടിടത്തിലാണ് നമ്മളിപ്പോഴും കിടന്നത്. ഇല്ലേ, അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കാൻ കിട്ടട്ടെ അതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ട് എൻ്റെ കരുണാകരനാണ് മുഖ്യമന്ത്രി. കരുണാകരനായിട്ട് വളരെ അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ ആയിരിക്കണം വളരെ ശ്രമിച്ച് അദ്ദേഹം അവസാനം ക്യാബിനറ്റ് തീരുമാനം എടുപ്പിക്കുന്നതിന് നമ്മുടെ ഔട്ട് ഓഫ് അജണ്ട എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ക്യാബിനറ്റിൻ്റെ. ഔട്ട് ഓഫ് അജണ്ടയിൽ ഈ എൻ്റെ കത്ത് ഔട്ട് ഓഫ് അജണ്ടയിൽ വെക്കാൻ രാമേന്ദ്രൻ നായർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞ് ഈ കത്ത് നാളെ ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് അവിടെ വെച്ചേക്കണം. അങ്ങനെ വളരെ വളരെ പ്രയാസപ്പെട്ടും ഇഷ്ടപ്പെട്ടും ഒക്കെയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ വഴി ഞാൻ ഗുരുവായൂർ പോകുമായിരുന്നു. പിന്നെ ഗുരുവായൂർ മെമ്പറും കൂടെ ഞാൻ അവിടെ ഗുരുവായൂർ പോയെങ്കിലും അവിടെ ഇരിക്കുമ്പോഴും കമ്മിറ്റിയിൽ ശ്രദ്ധിക്കുമ്പോഴും ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ എന്നെ വിളി വരുന്നതാണ്. നമ്മൾ ഇവിടുത്തെ പ്രപ്പോസലിൻ്റെ വിളി. ഏതായാലും കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ ഊണ് കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഒരു ആൾ വന്ന് പറഞ്ഞു, ഒക്കീൻ്റെ എൻ്റെ CM വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറവിടെ വെച്ചേച്ച് അപ്പോൾ തന്നെ എനിക്കറിയാം ഏതെങ്കിലും ഇത് SRO എന്തെങ്കിലും ആവുമല്ലോ. അവിടെ ചെന്ന് എടുത്താൽ പറഞ്ഞു, പിന്നെ മറ്റേ കാര്യം അത് തരാൻ തീരുമാനിച്ചു, SNDPക്ക് ആ സ്ഥലം തരാൻ തീരുമാനിച്ചു. പിന്നെ ഞാനിപ്പോൾ ഉടനെ വരുന്നുണ്ട്, ഞാൻ 3 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞു. അത് സന്തോഷം. അവിടെ പോയി ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഇവിടെ. അപ്പോൾ കരുണാകരൻ വരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഉത്സവമാണല്ലോ, ഉത്സവത്തിൻ്റെ ആൾ കൂടും. ഞാൻ ഈ ആളിൻ്റെ നിന്ന് മാറ്റുമെന്ന് അറിയുന്നു. പുള്ളി വന്ന് അങ്ങോട്ട് ഇറങ്ങി സ്റ്റെപ്പ് അങ്ങോട്ട് കയറി തിരിഞ്ഞ് നോക്കിച്ചു, ബോബി വന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ നടന്ന് അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് കയറി. പിന്നെ മറ്റേത് തരാൻ തീരുമാനിച്ചത്. പിന്നെ മാണിക്കനകത്തൊരു ചെറിയ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം റവന്യൂ മിനിസ്റ്ററായിരുന്നു അന്നത്തെ. അപ്പോൾ റവന്യൂ ടവറിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ, അത് കൊടുക്കാവോ എന്ന് അദ്ദേഹത്തിന് ഒരു സംശയമുണ്ട്. എന്തായാലും SNDPക്ക് സ്ഥലമില്ലല്ലോ, കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇതാണ് ആ സ്ഥലത്തിൻ്റെ കഥ. പക്ഷേ ആ സ്ഥലം ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ ഒരു ആസ്ഥാന മന്ദിരം ഉയരാൻ അല്ല. അതുകൊണ്ട് അന്ന് ഈ സ്ഥലം തരുമ്പോൾ അവിടെ ഒരു കൂട്ടർ കുറേ പിന്നെ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ടിരുന്നു ഈ സ്ഥലത്ത്. ആ ട്യൂട്ടോറിയൽ നടന്ന സ്ഥലം നമ്മൾ കൈവശപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടി പിന്നെ അന്ന് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഒരു കോൺട്രാക്ടറുണ്ട്. അയാൾ തൃശ്ശൂർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഈ ഇതുണ്ടായിരുന്നു, JCB. അവിടെ വിളിച്ച് അയാളോട് പറഞ്ഞാൽ JCB കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം JCB കൊണ്ടുവന്നു. അതെല്ലാം അടിച്ച് വിളിക്കുന്നു, വൃത്തിയാക്കി സ്ഥലം ഇന്ന് കൈവശപ്പെടുത്തി. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ബഹളമൊക്കെ വരുന്നത്. പിന്നെ നമ്മളിഞ്ഞ് പോകുന്നില്ല. പിന്നെ അതിവിടെ ആരും നോക്കി. SNDP യോഗത്തിന് ഹെഡ് ഓഫീസ് വേണ്ടിപ്പോൾ ഹെഡ് ഓഫീസില്ലെന്നെല്ലാം ഉണ്ട്. അത് പഴയ വാടക കെട്ടിടത്തിലാണ്. ഇതാണ് അതിൻ്റെ കഥ. ഇപ്പോഴും അതോടെ പോകുമ്പോൾ തിരിഞ്ഞ് ഞാൻ നോക്കും. അത് അടുത്ത വശത്തോട്ട് നോക്കിയാൽ ഈ കാടല്ലേ കാണാൻ. പിന്നെ അടുത്ത വശത്തോട്ട് നോക്കിയാലേ ഇങ്ങോട്ട് പോരാൻ പറ്റും. അതാണ് അതിൻ്റെ
പിന്നെ കോളേജുകൾ അതിന് മുമ്പുള്ള അറിയാം. ഈ സ്ഥലം തരുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇച്ചിരി വെളുപ്പിനെ എണീക്കുന്ന ആളാണ്. 7 മണിക്കാനുണ്ട്. ഞാൻ അന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ടെലിഫോൺ റിങ് ചെയ്ത് എടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മേനൻ എന്ന് പറഞ്ഞൊരു ഇദ്ദേഹത്തിൻ്റെ സഹായി ഉണ്ടായിരുന്നു എപ്പോഴും കൂടാതെ. അയാളാണ് വിളിക്കുന്നത്. ഒരു വക്കീലില്ലേ ആണ് സാറേ 8 മണിക്ക് മുമ്പ് ഇവിടെ എത്തണം. CM എങ്ങാണ്ടോട്ട് പ്രോഗ്രാം എങ്ങാണ്ടുണ്ട്, അതുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ എത്തണം എന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. എന്താ കാര്യം, എത്ര വലിയ ആനക്കാര്യം എന്താണ്? എന്തായാലും മുഖ്യമന്ത്രി വിളിക്കുന്ന കാര്യമില്ലയോ, എന്തിനാട്ടെന്ന് വെച്ച് രാവിലെ പോയി ദീനഹത്യാൻ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഉടുപ്പൊക്കെ ഞാൻ ചുരുട്ടിക്കൊണ്ട് നിൽക്കുക, പോകാൻ വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുക. അന്ന് വാ ആ സ്റ്റെപ്പിലോട്ട് വരാന്തയിലോട്ട് കയറുന്നതിന് മുമ്പ് ചോദിച്ചു, ഹലോ ഇയാൾ വരേണ്ട മുമ്പ് പലപ്പോഴും പറയുമായിരുന്നില്ല, ഞങ്ങൾക്ക് കോളേജ് വരുന്നില്ല, ഇവിടെ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നില്ല. വേണ്ട ഇതൊന്നും, ചുമ്മാ വർത്തമാനം പറഞ്ഞാൽ മതിയോ? പറഞ്ഞു വർത്തമാനം പറയാതെ ഒക്കത്തില്ലല്ലോ, എന്തേലും വേണമല്ലോ. അപ്പോഴേ ഇത് അങ്ങനെയോട്ട് ഇല്ല. ഏതായാലും അവിടോട്ട് ചെന്ന് CM കണ്ടോ അന്നെന്ന് ചോദിച്ചു. നമ്മൾ കണ്ട്. എന്നാൽ എഴുതെന്ന് പറഞ്ഞു. എന്തെഴുതാന്? ഞാൻ എന്തെഴുതാന്? എനിക്ക് കോളേജ് വേണമെന്നല്ല, ഞാൻ എവിടെയാ കോളേജ്, എന്തൊരു കോളേജാണ് വേണ്ടതെന്നുള്ളത് ഒരു രൂപ എനിക്കില്ലല്ലോ. ഏതായാലും അതോട്ട് മാറിയിരുന്നു. ഒരു കടലാസ് എടുത്ത് എഴുതി. അന്ന് ഇവിടെയൊക്കെ പോകുമ്പോഴും ഇവിടെയൊക്കെ ചെല്ലുമ്പോഴും ചില ആളുകളൊക്കെ ചില ആവശ്യങ്ങൾ പുറപ്പെടുവിക്കുമല്ലോ, എനിക്ക് ഇവിടെ ഒരു കോളേജ് വേണം, സ്കൂൾ വേണം, ഇങ്ങനെ അതിങ്ങനെ ഓർത്ത് അങ്ങനെ 5 എണ്ണത്തിനങ്ങ് എഴുതി. അവിടെ കോളേജ് സ്ഥലമുണ്ടോ, ആളുകളുണ്ടോ, പണമുണ്ടോ ഒന്നും നോക്കിയില്ല. ആ സമയത്ത് അതിനുള്ള അവസരമില്ല. ഇനി എഴുതി ഇങ്ങോട്ട് ഇന്ന് ഇപ്പോൾ തീരുമാനിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പണി ഏതായാലും അന്നേരം ഓർത്ത് തന്നെ എഴുതി. അതിനകത്ത് ഈ കോന്നിയിലെ ഒരു കോളേജ്, അതാണ് അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത്. 1.5 ഏക്കർ സ്ഥലം അവിടുത്തെ ഒരു CDP യൂണിയൻ കാര്യമാണ്. അവിടെ അത് NSSും അവിടെ ഒരു കോളേജിനെ അപേക്ഷിച്ചിട്ടുണ്ട്. അതൊരു പ്രശ്നമാണല്ലോ. ഏതായാലും കൊടുത്ത് ഇങ്ങനെ 5 എണ്ണം, അതായത് അടിമാലി, കൊടുങ്ങല്ലൂർ, കൊയിലാണ്ടി, കോന്നി, അങ്ങനെ 5 എണ്ണമാണ്. അതിൽ ഇത് മാത്രം പ്രശ്നം വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ച് മണിക്കരും ഞാനുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, നമുക്ക് നേരത്തെ 1.5 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ CM വിളിച്ച് പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തുണ്ട് വേറെ ഞങ്ങൾക്ക് 2-3 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്, അവിടെയുള്ള ഞങ്ങൾ നടത്തിക്കോളാം. അത് നടന്നില്ല ഇതുവരെ നടന്നില്ല. ഇത് ആദ്യം അങ്ങ് നടത്തി. ഈ കൊടുങ്ങല്ല കോന്നി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജാണ്. ബാക്കിയെല്ലാം നടക്കുന്നു അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കോളേജുകളുടെ സ്ഥിതി. വേറെ ഒന്നും ഉണ്ടാകില്ല. പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട്? പിന്നീട് അങ്ങയുടെ ബന്ധം എങ്ങനെയായിരുന്നു? വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരിക്കൽ കണ്ടു. ഒരിക്കൽ മാത്രം? 29 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ കണ്ടെന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ഒരു മാമാങ്കത്ത് കൊല്ലത്ത് വെച്ച് നടത്തി, വലിയൊരു എക്സിബിഷനും എല്ലാം കൂടെ. അപ്പോൾ അതിന് എന്നെ വിളിച്ചു. അതിനൊന്ന് എൻ്റെ കാൽനാട്ട് കർമ്മത്തിന് ചെല്ലണമെന്ന് പറഞ്ഞു. SNDP യോഗത്തിൻ്റെ ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ ഞാൻ ചെല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിപ്പോയി. ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഈ ഇപ്പോഴത്തെ കോളേജ് അല്ല, ഈ പിന്നെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിനടുത്ത് പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്റ്റലുണ്ട്. അതിൻ്റെ ഒരു ഇയാളും കുറേ പേരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്.
ഇയാളുടെ ഭാര്യ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അതെന്നെ കണ്ടപ്പോൾ എണീച്ച് വാക്കുകളെല്ലാം ഞാൻ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ അതങ്ങ് മാറ്റി. ഏത് ഈ ചടങ്ങ് മാറ്റി. അത് ഞാനൊരു പ്രശ്നം അന്നേരം ഉണ്ടായത് മാറ്റിയിരിക്കുകയാണ്. ഓഹോ, അത് ശരി. പിന്നെ തന്നെ ഞാനിവിടെ നിൽക്കേണ്ടതല്ലോ, ഞാൻ തിരിച്ച് വണ്ടി കയറി. അദ്ദേഹം വേറൊന്നും സംസാരിച്ചിട്ടില്ല. അതിൻ്റെ പരിഹാരമാർഗം എന്ന് പറയുന്നതുണ്ട്, ഇല്ലെന്നല്ല. പരിഹാരമാർഗം SNDP യോഗത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴവിടെ ആവശ്യം ഒരു തിരഞ്ഞെടുപ്പ് മാറ്റം ഉണ്ടാവുക എന്നത്. അത് ശരിയല്ല, അത് മാറ്റണം, അത് എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേസ് കിടക്കുന്നതിനകത്ത്. അപ്പോൾ അതിപ്പോൾ പറയാനൊക്കത്തില്ല. അതിപ്പോൾ പറഞ്ഞാൽ അത് പഴയ പ്രശ്നമാകും. നടേശൻ കുറച്ചുകൂടെ വളരും. ആ പ്രസ്ഥാനം കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്തവർ അതിനകത്ത് പിന്നെ അഡ്മിഷൻ വാങ്ങിക്കുകയും നിയമനം വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ളത് കവിഞ്ഞ് സ്വന്തമായിട്ട് ഈ സംഘടനയുടെ പ്രസ്ഥാനം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിട്ട് ഈ 3-ാം ഊഴം വരുമെന്ന് പറയുന്ന ആളിൽ അയാളുടെ നിയോജക മണ്ഡലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അനുകൂലമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പോലും ഇത് ജയിപ്പിച്ചിട്ടില്ല.